ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ എല്ലാവരും കണ്ടുവോ? ഇന്ന് ഞാൻ മറ്റൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. സമ്പാദ്യശീലം നമുക്ക് എങ്ങനെ വളർത്താം, അതാണ് ഇന്നത്തെ വിഷയം. ഇന്നലെ എനിക്ക് കിട്ടിയ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഞാൻ ഓരോ സംരംഭങ്ങൾ ചെയ്യുന്നതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. അത് എന്നെപ്പോലെ 45 വയസ്സിന് ശേഷം ഉള്ള സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ഇടുന്നത്. കാരണം ഒരുപാട് സ്ത്രീകളെ എനിക്കറിയാം. നമ്മൾ അടുക്കളയുടെ 4 ചുമരുകൾക്കുള്ളിൽ കിടന്ന് പുറം ലോകവുമായിട്ടൊന്നും യാതൊരു കണക്ഷനുമില്ലാതെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ട് ഒടുവിൽ ആർക്കും വേണ്ടാതെ പോകുന്ന കുറേ ജന്മങ്ങളുണ്ട്. അവരുടെ കയ്യിൽ 10 പൈസ എടുക്കാനുള്ള മാർഗം കാണത്തില്ല. നമുക്ക് ആയുസ്സും ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്ത് നമ്മുടെ സ്വപ്നങ്ങളും സന്തോഷങ്ങളും മാറ്റിവെച്ചിട്ട് നമ്മുടെ കുടുംബത്തുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കും. നമ്മുടെ ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ താഴെ വീഴുമ്പോൾ നമ്മളെ താങ്ങി എണീൽപ്പിക്കാൻ അന്നേരം ആരും ഉണ്ടാവില്ല. നമുക്ക് വരുമാനമൊന്നുമില്ലാത്തത് കൊണ്ട് നമുക്ക് പണത്തിനുള്ള മാർഗവും കാണത്തില്ല. ഇന്നത്തെ കാലത്ത് നമ്മുടെ കയ്യിൽ അല്പമെങ്കിലും പണമുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ആരെങ്കിലും നോക്കാനുണ്ടാവൂ. കാരണം കുറേ സ്ത്രീകൾ, എനിക്ക് എൻ്റെ അറിവിലുള്ള കുറേ സ്ത്രീകൾ അനുഭവിക്കുന്ന കഷ്ടതകൾ കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി ഓരോന്ന് പറയുന്നത്. പിന്നെ ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് കഴിഞ്ഞു പോകുന്നതെന്ന് വെച്ചാൽ, പണം നമുക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പേരുടെ അവഗണനയും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് ഒരുപാട് അവഗണന സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ 45 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് ഇനി എന്ത് ജോലി ചെയ്യാൻ കഴിയും? ഇപ്പം നമ്മളെക്കൊണ്ട് കഴിയുന്ന വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുന്ന ജോലികൾ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കണം. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് തന്നെ ഞാൻ കണ്ടു, സോഷ്യൽ മീഡിയയിൽ കണ്ടു, പത്തനംതിട്ട ജില്ലയിലുള്ളതാണ്. ഞാനും പത്തനംതിട്ട ജില്ലക്കാരിയാണ്. പത്തനംതിട്ട ജില്ലയിലുള്ള 2 സ്ത്രീകൾ, അവർ ദോശയ്ക്കും ഇഡലിക്കുമുള്ള അരി മിക്സിയിലരച്ച് സ്റ്റാർട്ട് ചെയ്തു. മിക്സിയിലരച്ച് പാക്കറ്റിലാക്കി പിന്നെ അങ്ങനെ കൊടുത്ത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവർ ഗ്രൈൻഡർ വാങ്ങിച്ചു. അപ്പോൾ പിന്നെ കുറേ പേർക്കത് കൊടുത്ത് ചിലവാകാൻ തുടങ്ങി. അങ്ങനെ കൊടുത്തു തീർക്കാൻ കഴിഞ്ഞു. അതിനുശേഷം അവർ അതിൻ്റെ കൂടെ പച്ചക്കറി വാങ്ങിച്ച് സാമ്പാറിനുള്ള കിറ്റ് ഈ മാവിൻ്റെ കൂടെ തന്നെ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് 2 പേർക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷെ നമ്മൾ കഷ്ടപ്പെടണം, നമുക്കൊരു മനസ്സും വേണം, കഷ്ടപ്പെടാനുള്ള ഒരു ധൈര്യവും വേണം. ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു അവസ്ഥയിലും, എത്ര ബുദ്ധിമുട്ടായ അവസ്ഥയിലും നമുക്ക് നമ്മളെക്കൊണ്ട് ചെയ്ത് 10 രൂപ സമ്പാദിക്കാൻ കഴിയും. പിന്നെ നമ്മൾ എന്തെല്ലാം സംരംഭങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാലും ഒന്നേൽ നിർത്തരുത്. പലത് നമ്മൾ ചെയ്യണം. എന്നാലേ നമുക്ക് വരുമാനം കൂടുതൽ ഉണ്ടാക്കാനും കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ഒന്നിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് അതുമായിട്ട് തന്നെ മുൻപോട്ട് പോകാൻ നിൽക്കരുത്. ചിലപ്പോൾ അതിൽ വീഴ്ച വരാം, ചിലപ്പോൾ നമുക്കത് വിജയിച്ചെന്ന് വരത്തില്ല. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ മറ്റെന്തെങ്കിലും ഒരു സാധ്യതയോടെ കണ്ടുപിടിക്കണം. പിന്നെ ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്തു, നമ്മുടെ കയ്യിൽ 100 രൂപ വരുമാനം ആയെന്നിരിക്കട്ടെ, എന്ന് പറഞ്ഞാൽ 100 രൂപ, ഞാനങ്ങ് എക്സാമ്പിൾ പറയാം. അതിൽ 25% കുടുംബത്തിന് കൊടുക്കാം, 25% നമ്മുടെ സ്വന്തം ആവശ്യത്തിനെടുക്കാം, ബാക്കി 50% നമ്മൾ സേവ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ എങ്ങനെയായി പോവും? ഞാൻ സേവ് ചെയ്തത് ഞാൻ പഴയ ശുചിയായിപ്പോവും. അതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെറിയ ബിസിനസ്സുകൾ വീട്ടിലിരുന്ന് അവരവരെ കൊണ്ട് ചെയ്യാൻ ചെയ്യണം. അതായത് 45 വയസ്സ് കഴിഞ്ഞുള്ള സ്ത്രീകൾക്ക്
പിന്നെ കുറേ കൂടെ കഴിയുമ്പോൾ ഇച്ചിരി മരുന്ന് വാങ്ങിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ നമ്മൾക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ എല്ലാവരുടെയും മുന്നിൽ കൈ നീട്ടാൻ ഇടയാവാതെ അവരവരുടെ കയ്യിൽ ഒരല്പമെങ്കിലും സേവിങ്സ് ഉണ്ടാവണം. നമ്മൾ കരുതുന്ന പോലെയല്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ആരോഗ്യമൊക്കെ ക്ഷയിച്ച് നമ്മൾ വീടിന് വേണ്ടി കഷ്ടപ്പെട്ട് വീട്ടിൽ തളർന്നിരിക്കുമ്പോൾ എല്ലാ മക്കളൊന്നുമില്ല എങ്കിലും അങ്ങനെ ഒരുപാട് അമ്മമാർ വേദന അനുഭവിക്കുന്നവരെക്കുറിച്ച് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഓരോ വീഡിയോയിലും കൂടിയും പറയുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ മനസ്സിന് സന്തോഷം കണ്ടെത്താമെന്നുള്ളതിനാണ് ഞാൻ മെഡിറ്റേഷൻ, യോഗ, ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യണമെന്ന് പറയുന്നത്. അതിൽ കൂടി നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടും, മാനസിക ആരോഗ്യം കിട്ടും, ശാരീരികമായിട്ടുള്ള ആരോഗ്യം കിട്ടും. പിന്നെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു കാര്യപ്രാപ്തി ഉണ്ടാകാൻ ഈശ്വരൻ നമുക്ക് ഓരോ വഴികൾ ഇങ്ങനെ കാണിച്ചു തരും. എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് നൂലെ കെട്ടി പൈസയും കൊണ്ട് തരുമെന്നല്ല പറയുന്നത്. നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുമ്പം നമുക്ക് ദൈവം ഓരോ വഴികൾ ഇങ്ങനെ തുറന്ന് തന്നുകൊണ്ടേയിരിക്കണം. എപ്പോഴും എന്ത് അനുഗ്രഹം കിട്ടി, ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങി അത് വിറ്റ് കിട്ടുന്ന ഓരോ പൈസയ്ക്കും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡും പറയണം, നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും കിട്ടാനുള്ള ഒരു വഴി ദൈവം നമ്മൾക്ക് തുറന്നു തരും. ഇപ്പം തന്നെ ഞാൻ ഈ ചാനൽ തുടങ്ങി, എന്നെ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും ആരാണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ഓരോരുത്തർക്കും എന്നും നന്ദി പറയും. അതുപോലെ എൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്നവർക്ക് ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയും. വാങ്ങുമ്പോഴും നന്ദി പറയും, എനിക്ക് ക്യാഷ് കിട്ടുമ്പോഴും ഞാൻ നന്ദി പറയും. കാരണം അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ വീണ്ടും വീണ്ടും അവരെൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. വീണ്ടും വീണ്ടും എനിക്ക് പോയി പുതിയ പുതിയ ഐറ്റംസ് എടുത്തുകൊണ്ട് വന്ന് എനിക്ക് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ഈശ്വരനെ വിളിക്കുന്നത് കൊണ്ട്, നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഈശ്വരനെ നല്ലതായിട്ട് നമ്മൾ അടുക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല, എൻ്റെ മുന്നിലത്തെ വീഡിയോ ഒക്കെ കാണുന്നവർക്കറിയാം. അപ്പം അതിനുള്ള വഴികൾ ഓരോന്നോരോന്ന് ദൈവം നമുക്കിങ്ങനെ തുറന്ന് തന്നുകൊണ്ടേയിരിക്കും. പിന്നെ കമൻറ്റ് ഞാൻ കണ്ടു, എൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, എനിക്ക് വന്ന അനുഭവങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് പറഞ്ഞു തന്നിട്ട് മറ്റുള്ളവർ അതുപോലെ എന്നെപ്പോലെയുള്ള സ്ത്രീകൾ ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്ത് അവർക്ക് ഓരോ ഏണിങ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ എനിക്കറിയാവുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, 3 മക്കളൊക്കെ ഉള്ള അമ്മമാരുണ്ട്. ഇന്നും അവർ കഷ്ടപ്പെട്ട ശരീരത്തിൽ ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ള അമ്മമാരുണ്ട്. അവരുടെ ജീവിതകാലം മൊത്തം മക്കൾക്ക് വേണ്ടിയിട്ടും വീടിന് വേണ്ടിയിട്ടും ഭർത്താവിന് വേണ്ടിയിട്ടും ജീവിതം ഹോമിച്ചിട്ട് ഒടുവിൽ ആരും 10 പൈസ കൊടുക്കാതെ ഇന്നും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഓരോന്നിനിറങ്ങി പുറപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ഓരോരോ വഴികളിങ്ങനെ തെളിയിച്ച് തരും. അത് ചെയ്യണം, എനിക്കങ്ങനെയാണ്, അത് ചെയ്യുക, ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് നമുക്കറിയില്ല. നമ്മൾ ഒന്നിനിറങ്ങി പുറപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് സത്യസന്ധമായ രീതിയിൽ നമ്മൾ ചെയ്യണം. ഓരോ കാര്യങ്ങൾ നമുക്കിങ്ങനെ ദൈവം തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്ന് എങ്ങനെ സമ്പാദിക്കാമെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ പൈസ കിട്ടിയാൽ അത് മുഴുവൻ ചിലവാക്കാൻ നിൽക്കരുത്. നമ്മൾ കുറേ പൈസ നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ ബാക്കിയുള്ളത് ചിലവഴിക്കാവൂ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ അവസ്ഥയിൽ തന്നെ ആയിപ്പോവും. പിന്നെ പുതിയ പുതിയ ഓരോരോ സംരംഭങ്ങൾ, 1 അല്ല 2 അല്ല, നമുക്ക് എത്രയും നമ്മൾ ചെറിയതാണെങ്കിലും കൂടി അത് കണ്ടുപിടിച്ച് അതിലേക്ക് കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കണം. ഓക്കെ, ഇന്ന് ഈ വീഡിയോ കണ്ട എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാലേ എനിക്കറിയത്തുള്ളൂ, ഇതിനകത്തിലെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ എനിക്കറിയത്തുള്ളൂ. അപ്പം നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.